Hi all, welcome back to my YouTube channel. Today's video is about how I went from this to this. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാനൊരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഹൈഫൻ്റെ ഹൈഡ്രേറ്റിംഗ് സെറമായി ടോണർ എസൻസ് ആണ്. ഇത് ഇൻറ്റൻസ്ലി ഡ്രൈ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നുള്ളവർക്കൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യാം. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ്. ഇത് വളരെ ഇഷ്ടമാണ്. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഞാനിവിടെ ഡോട്ട് ആൻഡ് കീയുടെ ഹൈലറോൺ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് വലിയ വശമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നെക്സ്റ്റ് ടൈം ഐ വിൽ ഇംപ്രൂവ്. നെക്സ്റ്റ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വിഷ് കെയറിൻ്റെ നൈസനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീനാണ്. ഇതിൽ SPF PA+++ ഒക്കെ ഉണ്ട്. സോ ഗൈസ്, നെവർ എവർ സ്കിപ്പ് സൺസ്ക്രീൻ. നെക്സ്റ്റ് ലിപ് ബാമാണ്. ഫ്രം ലിക്സ് SPF 50 PA+++. ഇതിന് നല്ലൊരു പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ് ഗൈസ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന് നല്ല ഹൈഡ്രേഷനും തരുന്നുണ്ട്. That's all about skin prep. Next, makeup. മാർസിൻ്റെ ലിക്വിഡ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. താഴെ വീണ് ചെറുതായി എന്ന് പൊട്ടിപ്പോയി ഗൈസ്. കൺസീലർ ഡോട്ട് ഡോട്ടായിട്ട് നമുക്കിങ്ങനെ ഫേസിലിട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷെയ്ഡ് നമ്പർ 4 ആണ്. ന്യൂട്രൽ ചാം എന്ന് പറയുന്ന. കൈകൊണ്ട് തന്നെ ഞാനിത് സ്പ്രെഡ് ചെയ്യുകയാണ്. കാരണം കൈയാണ് ഗൈസ് എനിക്ക് കുറച്ചും കൂടെ വശം. ഞങ്ങൾ വെറുതെ ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീയാണ്. ഞാനിത് കൈകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിലും ഇത് കുറച്ച് ടൈം എടുക്കും ഗൈസ് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ. Siempre estoy, siempre estás ahí. Y me fui corriendo para volver. കുറച്ച് കൺസീലർ എടുത്ത് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക.
പിന്നെ കുറച്ച് നമുക്ക് നെക്കിലും തേച്ച് കൊടുക്കാം. എന്നാലേ നെക്കും ഫേസും ഒരേപോലെ ഇരിക്കുള്ളൂ. നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ലിപ്സ്റ്റിക് അല്ല, ഒരു ലിപ് ക്രയോൺ ആണ്. ഈ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ അടുത്തുനിന്നൊരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓറഞ്ചിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. നെക്സ്റ്റ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇത് മാഴ്സിൻ്റെ കോക്കോ ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിന് നല്ലൊരു സൂപ്പർ ബ്രൗൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഈ മാഴ്സിൻ്റെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക്ക് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഷെയ്ഡ് നമ്പർ 14 ആണ്. ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ബ്ലഷായിട്ടും ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷെയ്ഡ് കാണാൻ നല്ല രസമാണ് ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് കോംബ് ചെയ്യുക, പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുക. പിന്നെ ഒരു ഐലൈനർ എടുത്തിട്ട് കണ്ണിൻ്റെ 2 സൈഡിലും ഇങ്ങനെ വിങ്സ് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഐലാഷ് കേൾ ചെയ്യാം.
ഇനി നമുക്കൊരു മസ്കാര ഇട്ട് കൊടുക്കാം. siempre estás. ഞാനിവിടെ മാഴ്സിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. Probar manzana, cruzar ventanas y desaparecer. Siempre estoy, siempre estás ahí. Y me fui corriendo. ലാസ്റ്റ് നമുക്കൊരു പൊട്ടും കൂടെ കുത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇനി നമുക്ക് മുടി ഒന്ന് ചീകി സെറ്റാക്കാം. Calor de un invierno eterno y cruel. ഞാനിപ്പോൾ ലൂസ് പൗഡറും സെറ്റിംഗ് സ്പ്രേ ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഞാനിതിപ്പോൾ കഴുകി കളയും ഗൈസ്. Por saber qué hacer. Siempre estoy hundiéndome a tus pies. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? Cruzar ventanas y desaparecer. ഈ എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വിതറുന്നത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനത്തെ ലുക്കാണ് ഇഷ്ടം? സിമ്പിൾ ലുക്കാണോ അതോ ഫുൾ ഫേസ് മേക്കപ്പ് ലുക്കാണോ? കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.